ഇനി പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ഹദീസിൽ കാണാം റഹിമല്ലാഹു വാലിദൻ, ഒരു ഉപ്പാക്കും ഉമ്മാക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആരാ ദ്വാരക്കണത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള ഒരാൾക്ക് ദ്വാരം കൊടുത്താലുള്ള ഫലം എത്ര? റഹിമല്ലാഹു വാലിദൻ, അള്ളാഹുവേ ഒരു ഉപ്പക്കും ഉമ്മാക്കും നീ റഹ്മത്ത് ചെയ്യണേ. എന്താ ഉപ്പാന്റെ ഉമ്മാന്റെ പ്രത്യേകത? ആന വലദഹു അലാ ബിർരിഹി. ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ആന വലദഹു അലാ ബിർരിഹി, മക്കൾ അനുസരണം ഉള്ള മക്കളാവാൻ വേണ്ടി ഈ ഉപ്പയും ഉമ്മയും തന്നെ ഓരെ ഹെൽപ്പ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഓൻ എന്തോ ചൂടിലുള്ളത്, ടൂറിന് പോകാൻ പൈസ ചോദിച്ചിട്ട് ഉപ്പ കൊടുക്കാത്ത ചൂടിലുള്ളത്. ആ സമയത്ത് അവനോട് തക്കാളി വാങ്ങിട്ട് പോവാ വീടിൽ പോയിട്ട് എന്ന് പറഞ്ഞു പോകില്ല എന്ന് കണ്ടാൽ ഈ ഉമ്മ എന്ത് ചെയ്യാം? ഇപ്പം പോകാൻ പറഞ്ഞു ഉറപ്പ് അനുസരിക്കൂല. ഞാൻ പറഞ്ഞോണ്ട് അവൻ അനുസരണക്കേടുള്ള മോനാണ്ട, അതുകൊണ്ട് ഇപ്പം തക്കാളി വേണ്ട, വാജിക്കറി ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കറി വെക്കും. ആ ഉപ്പാക്കും മകൾ റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാണ്ട് എന്തല്ല ഉസ്താദ് ഓനെ പുകയത്തി, നല്ല മോനാ ഷഫീഖ്, ക്ലാസ്സിലൊക്കെ റാങ്കാണ്, 10ാം ക്ലാസ്സിൽ ഓനിക്കാണ് പൊതുവെ ഫസ്റ്റ് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യണത്, നല്ല മോനാ. അപ്പൊ ഉപ്പ ഉമ്മാനോക്കിട്ട് അപ്പൊ ഉമ്മ ഒരു മെസ്സേജ് സിഗ്നല് ഒന്ന് പീടി പോകാൻ പറഞ്ഞു. നോക്കി ഉസ്താദിന്റെ ഒന്നും നോക്കാല, ഓൺ ടൂർണമെന്റ് ഗ്രൗണ്ട് ടർഫിൽ ഫൈനൽ കളിക്കാൻ പോകാൻ ബൂട്ടൊക്കെ ഇട്ടിട്ടുള്ളത്, ഉള്ളിൽ ട്രൗസറും ഉണ്ട്. ഉസ്താദിനെ കണ്ടപ്പോൾ തുണി കൊടുത്തതാണ്, ഒന്ന് പോകാൻ പറഞ്ഞു. നോക്ക് ഷെഫേ ഒന്ന് കൂടി ഒരു തക്കാളി തന്നെ 2 കിലോ നിറച്ചും ഫ്രിഡ്ജിൽ തക്കാളി ഉണ്ട്. പക്ഷെ ഇപ്പൊ തക്കാളി ആവശ്യം ഉണ്ടായിട്ടല്ല, അൻസറിന് ഇല്ലാന്ന് തെളിയിക്കാൻ റസൂൽ പറയുന്നത് ദയവ് ചെയ്തിട്ട് ചെയ്യണം. അൻസറിന് ഉണ്ട് എന്ന് തെളിയും. നിങ്ങളെന്തുകൊണ്ടാണ് ചിരിക്കുന്നത് എനിക്ക് തന്നെ അറിയാം. എന്താണെന്നറിയാം, ഇത് നമ്മളെ കുറിച്ചിട്ട് ആരോ ഉസ്താദ് കാറിലിരിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തിനോ എന്ന സംശയത്തിലാണ്. ഇതാരും പറഞ്ഞിട്ടൊന്നല്ല, ഇത് നമ്മളെ നാട്ടിൽ പലപ്പോഴും നടക്കും.